ഹലോ, ഞാൻ ഓസ്ട്രേലിയ വന്നപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര കൺഫ്യൂഷനാട്ടോ. എന്തെങ്കിലും എന്നാ ഒന്ന് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു വീറ്റ് ബ്രിക്സ് എന്ന് പറഞ്ഞ സംഭവം കിട്ടും, അത് മേടിച്ചാൽ മതി. അപ്പോൾ വീറ്റ് ബ്രിക്സ് എന്നിട്ട് ഇത് പാലൊക്കെ ഒഴിച്ച് നട്ട്സോ ഒക്കെ ഇട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഭയങ്കര ഹെൽത്തിയാണ്, ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി എനിക്കാണെങ്കിൽ പാലൊട്ട് ഇഷ്ടമല്ല തന്നെ, ഇത് പാലൊഴിച്ചാണ് കഴിക്കുന്നത്. അങ്ങനെ ഞാനിത് മേടിച്ചിട്ട് പാലൊക്കെ ഒഴിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് ചായ ഒഴിച്ച് നോക്കി, എനിക്കതും ഇഷ്ടപ്പെട്ടില്ല. കാപ്പി ഒഴിച്ച് നോക്കി, അതും ഇഷ്ടപ്പെട്ടില്ല. മേടിച്ച ആ ഒരു ആവേശത്തിനെ അപ്പോൾ അവർ പറഞ്ഞു വയറൊക്കെ നിറഞ്ഞു പോയിരിക്കും, നമുക്ക് എപ്പോഴും ചോറൊന്നും കഴിക്കാൻ തോന്നത്തില്ലെന്ന്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഒന്ന് സ്ലിമ്മൊക്കെ ആയേക്കാം എന്നൊക്കെ കരുതി മേടിച്ചത് 1.25 കിലോയുടെ പാക്കറ്റായിപ്പോയി. അങ്ങനെ മേടിച്ച് വെച്ചിട്ടിപ്പം കുറച്ചായി. പിന്നെ ഇത് എന്ത് ചെയ്യും, വേസ്റ്റ് ആക്കാനും പറ്റില്ല. അങ്ങനെ ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ച് അപ്പോൾ ഇതിൻ്റെ പകുതി തീർന്നു കേട്ടോ. ഞാൻ എല്ലാ ദിവസവും ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. വീറ്റ് ബ്രിക്സ് കാണിച്ചു തരാവേ. ഇതുണ്ടോ, നമ്മുടെ ഗോതമ്പ് തന്നെ അതിങ്ങനെ ബ്രിക്കായിട്ടിരിക്കുവാണ്, ക്രിസ്പിയാണേ. ഉണ്ടോ, ഇതിൽ പാലും എന്തെങ്കിലും മധുരമൊക്കെ ഇട്ടാണ് കഴിക്കുന്നത്. അതുപോലെ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ പ്രായമായവരൊക്കെ കഞ്ഞിയല്ലേ കുടിക്കുന്നത്. ഇവിടെ ഓട്സും ഇതുമൊക്കെ പാലൊഴിച്ചൊക്കെയാണ് സോഫ്റ്റ് ഡയറ്റായിട്ടും കൊടുക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്ന ഒരു മലയാളി എന്ന സ്ഥിതിയിൽ ഞാൻ ഓർത്തു, ഉപ്പ് മുതൽ കപ്പ വരെ പുട്ടുണ്ടാക്കി കഴിക്കുന്നത് നമുക്കാണിത് എങ്ങനെ ചിലവാക്കുമെന്ന് ആലോചിച്ചൊരു കൺഫ്യൂഷനല്ലേ. അങ്ങനെ ഞാനിതിനെ പുട്ടാക്കി മാറ്റി. ആദ്യത്തെ ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പം നല്ല അടിപൊളിയായിട്ട് വന്നു. അങ്ങനെ ഞാൻ ഇപ്പോൾ സ്ഥിരം രാവിലെ പുട്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീറ്റ് ബ്രിക്സിൻ്റെ പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് നോക്കുന്നത്. നാട്ടിലൊന്നും ഇത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അഥവാ ഇവിടെ ഉള്ളവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, എന്താണെങ്കിലും ഇഷ്ടപ്പെടും. ഭയങ്കര അടിപൊളിയാണ്. നമുക്കൊരു 3 പീസ് മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പോ കുറച്ച് മധുരമോ എന്തെങ്കിലും ഇട്ടാൽ മതി. ഇത് കണ്ടോ, നമ്മളിതിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമേ ചേർക്കാവുള്ളേ, അല്ലെങ്കിൽ ഇത് കുഴഞ്ഞങ്ങ് പോകും. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ നിൽക്കണം. ഗ്രേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ നല്ലത്. മറ്റേ ആ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഇട്ടുണ്ടാക്കിയാൽ പുട്ടിൻ്റെ ഒരു വികാരം കിട്ടത്തില്ല നമുക്ക്. ചില്ലിട്ടു, കുറച്ച് തേങ്ങ ഇട്ടു. പിന്നെ ഇതുപോലെ കട്ടയില്ലാതെ അങ്ങ് ഇതാക്കി കൊടുക്കണം. അമർത്തൊന്നും ചെയ്യില്ല, ജസ്റ്റ് വാരിയിടുക. എന്നിട്ട് ഇതേ കുക്കർ ഞാൻ വെച്ചിട്ടുണ്ട്, അങ്ങ് വെച്ചു. ഇനി ആവി വന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പുട്ട് റെഡി. പണ്ട് കോഴിക്കോടെ ഒരു ദേവുട്ടുണ്ടായിരുന്നു, ദിലീപേട്ടൻ്റെ. ആ ദേവുട്ട് ഇപ്പോൾ അടച്ചു പോയി. വേറെ ദേവുട്ട് കോഴിക്കോടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പണ്ട് അവിടെ പോയപ്പോഴാണ് പുട്ടിന് മാത്രമായിട്ട് ഇത്രയും വലിയൊരു ലോകം ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് തന്നെ. എന്തിനു പറയുന്നത്, രാത്രി മമ്മി വീട്ടിൽ കുത്തരി ചോറില്ലേ, നമ്മുടെ പാലക്കാടൻ മട്ട അങ്ങനത്തെയൊക്കെ ചോറ്,
കുത്തരി ചോറല്ല, കുത്തരി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അതെടുത്ത് പൊടിച്ച് പുട്ടുണ്ടാക്കും. എന്തെല്ലാം തരം പുട്ടുകളാണ് കഴിച്ചിട്ടുള്ള മലയാളികൾക്കല്ലേ ഒരു സാധനം കിട്ടിയാൽ അതെങ്ങനെ പുട്ടാക്കാമെന്നുള്ളതിനെപ്പറ്റി കൺഫ്യൂഷൻ. അപ്പോൾ നമ്മുടെ വീറ്റ് ബ്രിക്സ് പുട്ട് ഇപ്പം റെഡിയായി വരും. ഇതാണ് വീറ്റ് ബിസ്ക്കറ്റ്. അപ്പം നമ്മുടെ പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പുട്ട് തയ്യാർ. നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച പച്ചപ്പഴം പഴുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പുട്ട്. തേങ്ങ എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടതേ. നമ്മുടെ വീറ്റ് ബ്രിക്സിൻ്റെ പുട്ട്, പിന്നെ പഴം. ഈ പുട്ട് കണ്ടോ, നല്ല സോഫ്റ്റാണേ, കട്ടയൊന്നും പിടിച്ചിരിക്കുകയില്ല കണ്ടോ. കഴിച്ച് നോക്കട്ടെ. നമ്മുടെ ഗോതമ്പ് പുട്ട് കഴിക്കുന്ന പോലെ തന്നെ, അതിനും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. എളുപ്പപ്പണി ആയതുകൊണ്ട് മിക്കവാറും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെയാണ് കേട്ടോ. ഇപ്പം പഴമൊക്കെ കൂട്ടി, ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ അപ്പച്ചനെടുത്ത് പോയിട്ട് റൊട്ടീനായിട്ട് പഴം മേടിക്കുന്നത് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓസ്ട്രേലിയൻ പുട്ട്. അപ്പം ടാറ്റാ.